ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ രണ്ട് വഴികൾ എപ്പോഴും ഉണ്ട്. ആ വഴികളെക്കുറിച്ച് പിതാക്കന്മാരായിക്കോട്ടെ, ചരിത്രകാരന്മാരായിക്കോട്ടെ, തിയോളജിയൻസ് ആയിക്കോട്ടെ, അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നീ സ്വയം തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് വഴിയുണ്ടോ. വചനം ഇങ്ങനെ പറയുകയാണ്. സങ്കീർത്തനകാരൻ പറയും, 138 സങ്കീർത്തനം അതിൻ്റെ 24 വാക്യം പറയുകയാണ്, ദുഷ്ടവഴി എന്നിലുണ്ടോ എന്ന് നോക്കി നിൻ്റെ നിത്യവഴിയിൽ എന്നെ നടത്തണമേ. അപ്പോൾ സങ്കീർത്തനകാരൻ പറയുന്ന രണ്ട് വഴിയിൽ ഒന്ന് ദുഷ്ടവഴിയും രണ്ട് നിത്യവഴിയാണ്. എന്താണ് ദുഷ്ടവഴി, എന്താണ് നിത്യവഴി? നിത്യവഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യേശുക്രിസ്തു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവൻ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വഴിയാണ് നിത്യവഴി. നിത്യജീവൻ നോക്കി നമ്മൾ പറയുന്ന പോലെ നിത്യവഴി, എറ്റേണൽ വേ ആണത്. അതിന് ഒരു മാറ്റവും തടസ്സവും ഉണ്ടാവില്ല. കാരണം കർത്താവ് സ്ഥാപിച്ച വഴിയാണ്, അത് ദൈവത്തിൻ്റെ വഴിയാണ്. ദുഷ്ടവഴിയുണ്ട്, അതെന്താണ്? ദുഷ്ടന്മാർ പോകുന്ന വഴി. ആ വഴി തിന്മകളുണ്ട്, പാപങ്ങളുണ്ട്, മറ്റുള്ളവനോടുള്ള വിദ്വേഷം, പക, വെറുപ്പ് തുടങ്ങിയ എല്ലാ പൈശാചിക പ്രലോഭനമുള്ള വഴിയാണ് ദുഷ്ടവഴി. തിരിച്ചറിയുക നിങ്ങൾ. ഇനി നമ്മൾ സ്വയം കണ്ടെത്തുക, ഞാൻ ഏത് വഴിയിലാണ് യാത്ര ചെയ്യുന്നത്, എനിക്ക് ഏത് വഴി യാത്ര ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ആ ദുഷ്ടവഴിയെ ഒന്ന് ചെറുതായിട്ട് സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ. അവസരം കിട്ടി നമ്മൾ ആ വഴിയിലേക്ക് എടുത്തു ചാടി പോകാൻ ആഗ്രഹിക്കുക. നമുക്കിവിടെ ഹൈവേ കിടക്കുകയാണ്, നിത്യവഴിയാണത്, ദൈവം സ്ഥാപിച്ച വഴിയാണ്. അതുകൊണ്ട് സ്വയം തിരിച്ചറിയുക, ഞാൻ പോകുന്ന വഴി ദൈവം പറയുകയാണ് എന്നിലുണ്ടോ എന്ന് എന്ത് ചെയ്യണം, നോക്കിയിട്ട് എന്നെ നിത്യവഴിയിലേക്ക് നടത്തണം. ഇതൊരു അപേക്ഷയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് അപേക്ഷിക്കുക, കർത്താവ് എന്നിൽ ഈ ദുഷ്ടവഴിയുടെ എന്തെങ്കിലും അംശം കിടപ്പുണ്ടെങ്കിൽ അത് പരിശോധിച്ച് എന്നെ എന്ത് ചെയ്യണം, നിൻ്റെ വഴിയിലേക്ക് എന്നെ നടത്തുക എന്ന് പറഞ്ഞ് ഈ പ്രഭാതം നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. അതായത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.